അപ്പോൾ പുതിയ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ഫുഡ് റിവ്യൂസ് ആയിരിക്കും മിക്കവാറും ഈ ഒരു സീരീസിൽ നിങ്ങൾ കൂടുതലായിട്ടും കാണാം. ലക്ഷങ്ങളാണ്, 25 ലക്ഷം, 1-2 അവർ ഡോളർ അക്സെപ്റ്റ് ചെയ്യൂല. അവരാകെ സൂംസ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അവർ വരുമ്പോഴേക്കും ഹോസ്റ്റലൊക്കെ പ്രോപ്പറാണോ, ഹോസ്റ്റലിൻ്റെ കാര്യങ്ങൾ നോക്കണം. അതേപോലെ തന്നെ ഈ 2 സ്ഥലത്താണ് പ്രധാനമായിട്ട് കുട്ടികൾ കഴിക്കാറുള്ളത്. അബ്രോഡ് പഠിച്ചതിൽ എന്താ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു, അല്ലെങ്കിൽ റെക്കമെൻഡബിൾ ആണ് അബ്രോഡ് MBBS? ഇനി മുതൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും ഒരു 1 കോളിൽ ആഷിക അവിടെ ഉസ്ബെക്കിസ്ഥാനിലുണ്ടാവും. 1 by 1 ആയിട്ട് ഓരോന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരും. ടോർസ് ബസാറിലെ സ്ഥിരം കാഴ്ചകൾ നമ്മൾ കാണിക്കുന്നില്ല. വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ കാണിക്കുന്നത്. ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു വ്ളോഗ് സീരീസ് അല്ല, 4 ഡിഗ്രിയുടെ 2024 ഒരുപാട് മെമ്മറീസ് ഉള്ള ഒരു സീരീസാണ്. അതായത് നമ്മുടെ ഉസ്ബെക്കിസ്ഥാനിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസിന്റെ ഫുൾ ജേർണി പറയുന്ന ഒരു സീരീസ്. ഇവിടുന്ന് അവർ പോകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അവിടെ എത്തുന്നത് വരെയുള്ള 4 ഡിഗ്രി ആയിട്ടുള്ള ഫുൾ മെമ്മറീസ്. ഇത് ശരിക്കും സ്റ്റുഡൻസിന്റെ മാത്രം മെമ്മറി അല്ലട്ടാ, 4 ഡിഗ്രി ഫാമിലിയുടെ മൊത്തമായിട്ടുള്ള മെമ്മറിയാണ്. അതായത് നമ്മുടെ സ്റ്റുഡൻസിന്റെയും അവരുടെ പേരൻസിന്റെയും നമ്മുടെ ടീമിന്റെയും ഫുൾ 4 ഡിഗ്രി ഫാമിലിയിലുള്ള എല്ലാവരുടെയും മെമ്മറീസ്, ഉസ്ബെക് മെമ്മറീസ്. ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ സ്റ്റുഡൻസിനും പേരൻസിനൊക്കെ വേണ്ടി നടത്തിയ പ്രീ ഡിപ്പാച്ചർ പാർട്ടിയാണ്. സെക്കൻഡ് എപ്പിസോഡിൽ ഞാനും ആഷിക്കും കൂടി സ്റ്റുഡൻസിന്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോകുന്നതും അവിടെയുള്ള കാര്യങ്ങൾ റെഡിയാക്കുന്നതുമാണ്. തേർഡ് എപ്പിസോഡിൽ നമ്മുടെ സ്റ്റുഡൻസും പിന്നെ അതിലെ കുറച്ച് പേരുടെ പേരൻസും നമ്മുടെ ടീമും എല്ലാവരും കൂടി ഉസ്ബെക്കിലേക്ക് വരുന്നതും പിന്നെ കോളേജ് കാണാൻ പോകുന്നതും അവിടെയുള്ള കുറേ മെമ്മറീസ് ഒക്കെയാണ്. ലാസ്റ്റ് എപ്പിസോഡായിട്ടുള്ള 4th എപ്പിസോഡിൽ നമ്മുടെ സ്റ്റുഡൻസും പേരൻസും ഒക്കെ ആയിട്ട് താഷ്കന്തും അമീർസോയും ഒക്കെ ഫുള്ള് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടുത്ത ഉസ്ബെക്കിസ്ഥാൻ യാത്ര സ്റ്റാർട്ട് ചെയ്യണം. ഈ ഒരു യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, ആഷിക്കുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു, പോയി നോക്കട്ടെ. നമ്മളിപ്പോൾ ഷാർജയിലെത്തി. ഷാർജയിൽ ലേ ഓവർ ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 12 മണിക്കൂറോളം ഇവിടെ വെയിറ്റ് ചെയ്യണം. എന്നിട്ടാണ് നമുക്ക് ഉസ്ബെക്കിസ്ഥാൻ്റെ താഷ്കന്തിലേക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ 1 മണിക്ക് താഷ്കന്തിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് മുതൽ അങ്ങോട്ടേക്ക് ഫുള്ള് നമുക്ക് ഒരുപാട് വർക്കുകളുണ്ട്. അതായത് നമ്മുടെ കുട്ടികൾ 25-ാം തീയതിയും 27-ാം തീയതിയായിട്ട് താഷ്കന്തിലേക്ക് വരികയാണ്. ആ സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു വെക്കാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വരുമ്പോഴേക്കും ഹോസ്റ്റലൊക്കെ പ്രോപ്പറാണോ, ഹോസ്റ്റലിൻ്റെ കാര്യങ്ങൾ നോക്കണം. അതേപോലെ തന്നെ അവർ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളോട് പ്ലാൻ ചെയ്യണം. അതുകൊണ്ടാണ് അവർ വരുന്നതിന് ഒരു 15 ദിവസം മുന്നേ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആക്കിയതിന് ശേഷമാണ് കുട്ടികൾ വരുന്നത്. കുട്ടികൾ വരുന്ന സമയത്ത് അവിടെ അവരുടെ കൂടെ നമ്മുടെ ബാക്കിയുള്ള സ്റ്റാഫുകളെല്ലാം ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഈ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടികളുടെ കൂടെ ആഷിക്ക് അവിടെ ഉസ്ബെക്കിസ്ഥാനിൽ തന്നെ നിൽക്കുകയാണ്. ഇനി മുതൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും ഒരു 1 കോളിൽ ആഷിക്ക് അവിടെ ഉസ്ബെക്കിസ്ഥാനിലുണ്ടാവും. ഈ ഒരു സീരീസിൽ ശരിക്കും നമ്മുടെ കുട്ടികൾ വരുന്നതും അവരവിടെ ഇനീഷ്യലി എങ്ങനെയൊക്കെയാണ് എൻജോയ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ പുതിയ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഞങ്ങളിതേ ഫ്ലൈറ്റ് കയറി, ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ആഷിക്കിൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആണ് കേട്ടോ. അല്ലേ, അങ്ങോട്ടേക്ക് വന്നു തന്നെ ഇന്നത്തെ അങ്ങനെ 3 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിത് താഷ്കന്ത് എയർപോർട്ടിലെത്തി. അപ്പോൾ ഇനിയിപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് സിം എടുക്കുകയാണ്. ആഷിക്ക് പുറത്തുനിന്നാണ് എടുക്കുന്നുള്ളൂ. അപ്പോൾ രണ്ടും നമ്മൾ കാണിച്ചു തരാം എന്താ വ്യത്യാസം എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതാണ് ഈ സിം എടുക്കുന്ന സ്ഥലം. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ സിം എടുക്കുന്ന ഭാഗത്ത് അവർ ഡോളർ അക്സെപ്റ്റ് ചെയ്യൂല. അവരാകെ സൂംസ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. സാധാരണ $200 എന്ന് പറഞ്ഞ ഇവിടെ ലക്ഷങ്ങളുണ്ടാവും. 25,42,000 സോംസ് ആണ് കിട്ടിയേക്കുന്നത്. 50 GB പ്ലാനൊക്കെ എടുക്കണ്ട, 20-25 ലക്ഷങ്ങളാണ്. 25 ലക്ഷം, 1-2 അംബാനിക്കൊപ്പം പണക്കാരനാണ്. അപ്പോൾ ഞങ്ങൾ താഷ്കന്തിൽ ഇറങ്ങി എയർപോർട്ടിന് പുറത്തിറങ്ങി. അപ്പോൾ ഇതാണ് എയർപോർട്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ടാക്സി ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്ന ഹോട്ടലിലേക്ക് പോകാൻ പോവാണ്. സാധാരണ ഇവിടെ യാൻഡെക്സ് എന്ന് പറഞ്ഞുള്ള ഒരു ആപ്പാണ് യൂസ് ചെയ്യുക. അപ്പോൾ ആഷിക്ക് എങ്ങനെയുണ്ട് ഉസ്ബെക്ക്? പൊതുവെ ഉസ്ബെക്കിസ്ഥാനിൽ ചെലവ് കുറവാണ്. അതായത് ടാക്സിക്ക് ചെലവ് കുറവാണ്. നമ്മളിനി മുന്നോട്ടേക്ക് പോകാൻ ഞാനൊന്ന് താഷ്കന്തിൻ്റെ സിറ്റി കാണിച്ചു തരാം. എയർപോർട്ടിൽ കുറച്ചുള്ളൂ കേട്ടോ, ഒരു 10 മിനിറ്റോളം ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത ലൊക്കേഷനിലേക്ക്. അപ്പോൾ നമ്മളിപ്പം ഹോട്ടൽ ബുക്ക് ചെയ്തേക്കുന്ന ഇവിടെയാണ്. അപ്പോൾ ഹോട്ടലിലേക്ക് പോവാണ്. ആഷിക്കിൻ്റെ വലിയ ലഗേജ് ഒക്കെ ഉണ്ട്. ഒരു കൊല്ലത്തേക്കുള്ള സാധനമായിട്ടാണ് വന്നത്. റൂമിലേക്ക് വന്ന് ഒന്ന് ഫ്രഷായി
ഇനിയിപ്പം ഇറങ്ങുകയാണ്, ഒന്ന് താഷ്കന്റ് സിറ്റിയിലേക്ക് ഇറങ്ങിയേക്കാണ്. ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണം. ഇതാണ് മർഹബ സ്റ്റീക്ക് ഹൗസ്. അപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു ഹോട്ടലാണ്. അപ്പോൾ ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള ഹോട്ടലുകളൊന്നും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വ്ളോഗ് സീരീസിൽ. അപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനെയുള്ള കുറച്ച് ഹോട്ടലുകളും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് ഇരിക്കുകയാണ്. അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് ഞാൻ ഉള്ള പോലെ പറയും. ഇതാണ് ഇവരുടെ മെനു ഒക്കെ വൺ പ്രീമിയം ആണത്. അപ്പോൾ നോർമലി കുട്ടികൾ വരുന്ന സ്ഥലമൊന്നും അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് റെസ്റ്റോറൻറ്റിലൂടെ മോസ്റ്റ്ലി കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കട്ടൻ ചായ കൊണ്ടുത്തരും, പിന്നെ അതുപോലെ തന്നെ ഒരു ബന്നും ഉണ്ടാവും. ഇതെല്ലാ റെസ്റ്റോറൻറ്റിലും പൊതുവുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇവരുടെ കട്ടൻ ചായ കുടിക്കുകയാണ്. ബ്രെഡ് എങ്ങനെയുണ്ട്? ബ്രെഡ് കൊള്ളാം, സൂപ്പറാണോ? ഇതിൻ്റെ മുകളിൽ എള്ളുള്ളതുകൊണ്ട് അതൊരു കടിക്കാൻ കിട്ടുന്നില്ല. ബീഫ് കഴിക്കാൻ തുടങ്ങി അടയ്ക്കാൻ ഒരു മിനിറ്റ്. ബീഫല്ല, ഇത് മട്ടനാണ്. പേരൻസ് ഒക്കെ വരുന്ന സമയത്ത് പേരൻസിനൊക്കെ വന്നിട്ടില്ലേ, നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഒരു DH'd ബീഫൊക്കെ ആണെങ്കിൽ വന്ന് കഴിക്കാൻ പറ്റി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലം കൂടെ കാണിച്ചത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓൾമോസ്റ്റ് ഇറങ്ങുകയാണ്. സ്റ്റീക്കും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട്. ഉസ്ബെക്കിനെ കുറിച്ചൊരു തോട്ടം ഉണ്ടായിരുന്നു അല്ലേ, എങ്ങനെയുണ്ട് കണ്ടപ്പോൾ? ഉസ്ബെക്ക് എന്ന് പറഞ്ഞാലല്ല നമ്മുടെ നാട് പോലെയല്ല, ഭയങ്കര നീറ്റാണ് എല്ലാ. ഞങ്ങൾ ഉസ്ബെക്കിലുള്ള ഒരു മെട്രോ സ്റ്റേഷനിൽ വന്നേക്കാണ്. അപ്പോൾ മെട്രോയിൽ കയറാൻ പോവാം. മെട്രോ സ്റ്റേഷൻ്റെ തൊട്ട് സൈഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൗണ്ടർ ഉണ്ടാവും. ഇപ്പോൾ ജോർജിയയിലെ പോലെ നമ്മൾ കാർഡൊന്നും എടുക്കേണ്ട കാര്യമില്ല, ഡയറക്റ്റ് പൈസ കൊടുത്താൽ മതി. 1700 സോമാണ്. അപ്പോൾ അവിടുന്ന് ടിക്കറ്റ് എടുക്കുക, അവിടെ വെച്ച് കൊടുക്കുക. ഇത് ഓപ്പണായി ഉള്ളിലേക്ക് കയറാം. പ്രത്യേകിച്ച് വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. അപ്പോൾ ഇത് മദീന, നമ്മൾ ഉസ്ബെക്കിന്ന് പരിചയപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ കൂടെ മെട്രോയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. നമുക്ക് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്, ഈ റൂട്ടിലേക്കാണ്. അപ്പോൾ ഇവിടത്തേക്കുള്ള മെട്രോ അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. മദീന നന്നായിട്ട് അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും കേട്ടോ. അതായത് ഞാൻ ആദ്യമായിട്ടാണ് ഉസ്ബെക്കിസ്ഥാനിൽ ഇത്രയും ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളെ കാണുന്നത്. ഐ ടോൾഡ് ദാറ്റ് ഇറ്റ് ഈസ് ഈസി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു ബിക്കോസ് യു നോ ഇംഗ്ലീഷ്. Oh yeah, definitely. But most people are not very much good at speaking. The people who are handling അപ്പോൾ ഇതാണ്ട മെട്രോയിൽ കയറുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റത്തെ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിലാണെന്നാണ് മദീന പറഞ്ഞത്. ഇനി മുകളിലുള്ള അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻ മാറിയിട്ട് മുകളിലുള്ള സ്റ്റേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ സ്റ്റേഷനിലേക്ക് പോയി നോക്കാം. ഇത് AC ഒക്കെ ഉണ്ട് കേട്ടോ, ബാക്കിയുള്ള പോലെയല്ല, ഇത് എയർ കണ്ടീഷനാണ്. അപ്പോൾ ഇതാണ് ഗ്രൗണ്ടിലുള്ള മെട്രോ ആണ്. നാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ നോർമലാണ്. ഇവർ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ മെട്രോയിൽ ഒരു മനുഷ്യക്കുട്ടി അനങ്ങൂല. ഞങ്ങൾ മുകളിലെ മെട്രോയിൽ ട്രാവൽ ചെയ്ത് ലാസ്റ്റ് ഏതോ ഒരു സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്, ഏതാണെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ പുറത്തെത്തി. ഇതാട്ടോ മെട്രോ സ്റ്റേഷൻ. ദാറ്റ് ഈസ് മാഗ്നം മോൾ. ക്യാൻ വി എൻ്റർ? I need to rush. Okay, we'll drop you, then we'll come. It's okay. Madina does not have the time because she have to reach. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. ഇന്ന് നമ്മൾ ഉസ്ബെക്കിസ്ഥാനിൽ നമ്മുടെ കുട്ടിയൊക്കെ എല്ലാവർക്കും സിം എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഒന്ന് ഉസ്മൊബൈൽ, അതുപോലെ യൂസെൽ, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സിമ്മുകളാണ് ഉള്ളത്. കുട്ടികൾ സാധാരണ പറയാറുള്ളത് യൂസെല്ലാണ് നല്ലതെന്നാണ്. ഇവിടുത്തെ ലോക്കൽസിനോടും നേറ്റീവ്സിനോടൊക്കെ സംസാരിച്ച സമയത്ത് അവരും പറഞ്ഞിട്ടുള്ളത് യൂസെല്ലാണ് ഇവിടെ ബെറ്റർ ആയിട്ടുള്ള സിം എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യൂസെല്ലിൽ ഇപ്പോൾ നമ്മൾ ഇൻ കേസ് നെറ്റ് തീർന്നു കഴിഞ്ഞാലും വാട്സപ്പും ഇൻസ്റ്റഗ്രാമും അതേപോലെ തന്നെ ടെലഗ്രാമൊക്കെ നമുക്ക് ആപ്പുകൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ടെക്സ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ വോയിസ് മെസ്സേജ് ഒക്കെ അയക്കാൻ വേണ്ടിയിട്ട് അത് ആപ്പ് അവൈലബിൾ ആയിരിക്കും എൻ്റെയർ മന്തിലും. പിന്നെ അതുപോലെ തന്നെ കവറേജ് നല്ലത് യൂസെല്ലിൻ്റെയാണ്. ഇത് താഷ്കന്തിലുള്ള യൂസെല്ലിൻ്റെ ഓഫീസാണ്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സിം എടുക്കാൻ വേണ്ടി ഡീറ്റെയിൽസ് നോക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സിം എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് വരണം, നമ്മുടെ പാസ്പോർട്ട് കൂടെ കൊടുക്കണം. പാസ്പോർട്ട് കൊടുത്ത് നമ്മുടെ വിസൻ്റെ വാലിഡിറ്റി എത്രയാണോ അത്രയാണ് നമുക്ക് സിം കാർഡിൻ്റെ വാലിഡിറ്റി ഉണ്ടാവുക. വിസ എപ്പോഴാണ് എക്സ്പയർ ആകുന്നത്, സിം കാർഡ് ആ സമയത്ത് എക്സ്പയർ ആകും. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വിസ ഇല്ലാന്നുണ്ടെങ്കിൽ, അതായത് ടൂറിസ്റ്റ് വിസക്കാണ് വരുന്നെങ്കിൽ 3 മാസമായിരിക്കും എൻ്റെ വാലിഡിറ്റി. ഇൻ കേസ് നമ്മൾ ടൂറിസ്റ്റ് വിസക്ക് വന്നിട്ട് പിന്നെ വിസയിലേക്ക് മാറുകയാണെങ്കിൽ നമുക്ക് സിം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 40,000 സോം മുതൽ, അതായത് ഓൾമോസ്റ്റ് നാട്ടിൽ ഒരു 333 ആ ഒരു റേഞ്ച് മുതലാണ് ഇവിടെയുള്ള പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സിം ഫ്രീ ആണ്, നമ്മൾ പാക്കേജ് റീചാർജ് ചെയ്യണം. താഷ്കന്റ് എയർപോർട്ടിൽ നമ്മൾ സാധാരണ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ എയർപോർട്ടിൽ തന്നെ ഒരു സിം കാർഡ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഈ സിം എടുക്കുന്ന സ്ഥലം. ഇവിടെ വരിക, ഒരു 10 മിനിറ്റ് കൊണ്ട് പരിപാടി ചെയ്യും. അപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് എടുക്കുന്നത് നല്ലത്, കാരണം സ്പോട്ടിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ആക്ടിവേറ്റ് ആയി കിട്ടും. അപ്പോൾ അത്രയാണ്. അപ്പോൾ ഞാനിപ്പോൾ USLൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണ്. താഷ്കന്തിൽ ഒരുപാട് ഓഫീസുകളുണ്ട് കേട്ടോ അവർക്ക്, അതായത് കുറേ ഓഫീസുകളുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു ഓഫീസിലാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണം. അപ്പോൾ ഞാൻ സിമ്മൊക്കെ എടുത്തിട്ട് യൂണിവേഴ്സിറ്റിൻ്റെ തൊട്ടടുത്തേക്കാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിൻ്റെ അടുത്ത് കുട്ടികൾ സാധാരണ ഫുഡ് കഴിക്കുന്ന കുറച്ച് ഷോപ്പുകളുണ്ട്. അവിടെ ഒരു കബാബ് ഷോപ്പുണ്ട്, അതേപോലെ തന്നെ ഈ ഒരു കബാബ് ഷോപ്പും. ഈ 2 സ്ഥലത്താണ് പ്രധാനമായിട്ട് കുട്ടികൾ കഴിക്കാറുള്ളത്. അപ്പോൾ ഇവിടുന്ന് കബാബ് കുട്ടികളൊക്കെ സാധാരണ കഴിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൽ വേറെ സാധനം കാണിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ വീഡിയോയിലൊക്കെ. ഇതാണ് പുലാവ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ സോംസ ഉണ്ട്. ഒരു മയത്തുള്ളി പോലത്തെ ഒരു ഡിസൈനാണ് ഇവിടെ. പല ഡിസൈൻ ഉണ്ട് കേട്ടോ സോംസ. അപ്പോൾ ഈ ചൂട് സമൂസയും പുലാവൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഉച്ചക്കുള്ള ഡിഷ്. ഈ ഒരു ഫുഡ് സ്പോട്ടിൻ്റെ, ഈ ഒരു പുലാവ് സെൻറ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെയുള്ള ഈ ഒരു ഫ്രൈഡ് ചിക്കൻ ഷോപ്പ്. അപ്പോൾ കുട്ടികൾ എന്നോട് പറഞ്ഞത് ഏറ്റവും കൂടുതൽ അവർ കഴിക്കുന്ന ഈ ഫ്രൈഡ് ചിക്കൻ ഷോപ്പ് എന്നാണ്. അപ്പോൾ ഇതാണ് ഫ്രൈഡ് ചിക്കൻ ഷോപ്പ്, ഇത് പുലാവിൻ്റെ. അപ്പോൾ നമുക്ക് പുലാവ് ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ഇതാണ് ഉസ്ബെക്ക് പുലാവ്.
നമ്മൾ ചോർസിലേക്ക് പോവാണ്. അപ്പോൾ ചോർസ് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. പിന്നെ കുട്ടികളൊക്കെ സാധാരണ വരുന്ന ഒരു സ്ഥലമാണ് ഈ ചോർസു. അപ്പോൾ ഇവരുടെ ഈ ജാക്കറ്റുകൾ, അതുപോലെ തന്നെ ബൂട്ട്, സ്ക്രബ്, ഇങ്ങനത്തെ ഒക്കെ സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവരിവിടുന്ന് വാങ്ങാറുള്ളത്. അപ്പോൾ നമുക്ക് ചോർസ് ബസാർ പോയി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്റ്റുഡൻറ്റും കൂടെ, അതായത് താഷ്കന്തിൽ ഒരു 5th ഇയർ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ആ സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഒപ്പീനിയൻ കൂടെ നമുക്ക് കേൾക്കാം. അപ്പോൾ നമ്മൾ ചോർസുവിൻ്റെ മുന്നിലാണ് ടാക്സി വന്ന് ഇറങ്ങിയേക്കുന്നത്. ഇതാണ് ചോർസു ബസാർ. ഇതാണ് ചോർസു ബസാറിൻ്റെ ഫ്രണ്ട് സൈഡ്. അപ്പോൾ അന്ന് ഈ ഫ്രണ്ട് സൈഡ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് എന്താ വെച്ചാൽ ഫ്രണ്ട് സൈഡിലൂടെ ഉള്ളിലേക്ക് പോകാം. ഇവിടെ ആദ്യം തന്നെ കാണുന്നത് കുറച്ച് ഫ്രൂട്ട്സ് ആണ്. നാട്ടിലേക്കാളും ഫ്രൂട്ട്സിന് ഇവിടെ വില കുറവാണ്. ചോർസു ബസാറിലെ സ്ഥിരം കാഴ്ചകൾ നമ്മൾ കാണിക്കുന്നില്ല. വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ കാണിക്കുള്ളൂ. ചോർസു ബസാറിൻ്റെ ഒരു ലോങ് ഷോട്ടാണ് ഞാൻ കാണിക്കുന്നത്. അതായത് ഉസ്ബെക്കിസ്ഥാനിലെ തന്നെ ഏറ്റവും വലിയ ബസാറുകളിലൊന്നാണ് ചോർസു ബസാർ. മൂപ്പര് പരിചയപ്പെടാൻ ടാസിക്കിനെ. ചോർസു ബസാറിൽ ഇറച്ചി വിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഇറച്ചിക്കടകളുണ്ട്, ഇഷ്ടംപോലെ ഇറച്ചി കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നിട്ടും ഈച്ച ഇവിടെ ഇല്ല. അതായത് ഭയങ്കര ക്ലീനാണ്. ഇപ്പോൾ നില തന്നെ നോക്കി കണ്ടില്ലേ, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ്. അപ്പോൾ ഇത് ഹോസ് മീറ്റ് ആണെന്ന് തോന്നുന്നത്. ഹോസ് ഇതാണ് ഹോസ്. അപ്പോൾ കുതിരയിറച്ചി വെക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത്. ഹലാൽ കുതിരയിറച്ചിയാണ്. അപ്പോൾ കുതിരയിറച്ചി ഹലാലാണോ എന്നൊക്കെയുള്ള സംശയം ആൾക്കാർക്കുണ്ട്. ഹലാലാണ് കുതിരയിറച്ചി, കഴിക്കാൻ പറ്റും. ചോർസു ബസാറിൻ്റെ മാർക്കറ്റിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ലാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് കൗതുകങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ചോർസു ബസാറിൻ്റെ ഫുഡ് ഏരിയയിലേക്ക് എത്തിയേക്കാണ്. അപ്പോൾ ഇതാണ് ചോർസു ബസാറിലെ ഫുഡ് ഏരിയ. ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ആടിൻ്റെ തലയാണ്, പുഴുങ്ങി വെച്ചേക്കാണ്. അപ്പോൾ ഇത് എന്തെങ്കിലും വെച്ചാൽ നമ്മൾ എടുക്കുക, അങ്ങനെ തന്നെ കഴിക്കാം. പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടലാണ്, കുടൽ ഫ്രൈ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇത് ഷാഷ്ലിക്കാണ്. ഷാഷ്ലിക്ക് എന്ന് പറഞ്ഞാൽ കബാബ്. എല്ലാവരും കഴിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് കണ്ടില്ല, അതിനുള്ളിൽ ഇരിക്കാനുള്ള ഏരിയ ഉണ്ട്. അപ്പോൾ ഇതാണ് ചോർസുവിലെ ഫുഡ് ഏരിയ. അപ്പോൾ നമ്മൾ ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയ നിന്ന് ഇറങ്ങുകയാണ്. കാരണം ഇവിടെ ഈ മാർക്കറ്റ് കണ്ടില്ല, ഫുള്ളായിട്ട് ഫുഡും കാര്യങ്ങളും തന്നെയാണുള്ളത്. അപ്പോൾ ഇത്രയാണ് ചോർസു ബസാറിൻ്റെ ഫുഡിൻ്റെ ഭാഗത്ത് കാണാനുള്ളത്. നമുക്കിനി അടുത്ത ഡ്രസ്സിൻ്റെ ഏരിയ ഓൾറെഡി ഞാൻ കാണിച്ചതാണ്. ഞാൻ നോക്കാം വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുണ്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ ഡ്രസ്സിൻ്റെ ഏരിയ കൂടിയാണ്. ഓൾറെഡി ചോർസു ബസാർ കണ്ട സമയത്ത് ഈ ഏരിയ കൂടെ ഒക്കെ വന്നിട്ടുള്ളതാണ്. നല്ലൊരു സമ്മർ സീസണ് ഇതിൽ കാണിക്കാവുന്ന രീതിയിലാണ് നമ്മൾ നടക്കുന്നത്. നമ്മുടെ വ്ളോഗുകളെല്ലാം പുരോഗമിക്കുമ്പോൾ നമ്മുടെ വ്ളോഗുകളൊക്കെ ഇങ്ങനെ നിർത്തി നടക്കുന്ന സമയത്ത് ഷിഫാന വന്നിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര നാടാണെന്നല്ലേ. ഷിഫാന 5th ഇയറിലല്ലേ? 5th ഇയറിൽ കയറിയില്ലേ? അപ്പോൾ ഷിഫാനാൻ്റെ ഉസ്ബെക്കിസ്ഥാനെ കുറിച്ചിട്ടും താഷ്കന്തിനെ കുറിച്ചിട്ടൊക്കെ ഒപ്പീനിയൻ കൂടെ നമുക്ക് ചോദിക്കണം അല്ലേ? നല്ല ഒപ്പീനിയൻ ആണ്. ഉസ്ബെക്കിസ്ഥാൻ നല്ലൊരു കൺട്രിയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള നോക്കാം. അപ്പം എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചോദിച്ചു നോക്കാം. അത് ഈ വീഡിയോയിൽ ആഡ് ആക്കുന്നില്ല, ബിക്കോസ് നല്ല ലെങ്ത് വരും. അതുകൊണ്ട് അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് റിലീസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഈ സീരീസിൽ നെക്സ്റ്റ് എപ്പിസോഡ്, അതായത് 3rd എപ്പിസോഡ്, അതിൽ നമുക്ക് കുട്ടികൾ നാട്ടിൽ നിന്നും വരുന്നതും അവരെവിടെ റിസീവ് ചെയ്യുന്നതും അവരുമായിട്ട് യൂണിവേഴ്സിറ്റി കാണാൻ പോകുന്നതും അറ്റ് ലാസ്റ്റ് അവരെ കോളേജ് കൊണ്ടുപോയി വിടുന്നതും എല്ലാം നമുക്ക് കാണിക്കാം. സോ ഇനി നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.